എന്താണ് ഓട്ടിസം എന്നുള്ളത് വ്യക്തമായിട്ട് ഒന്ന് പറയാമോ? പലരും ഓട്ടിസം ബാധ എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഒരു ബാധയല്ല, അതെ. ഓട്ടിസം ഒരു അവസ്ഥയാണ്. ഓട്ടിസം നമുക്ക് അതായത് ഒരു സ്പെക്ട്രമാണ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. യെസ്. കാരണം അതൊരു അംബർല ടേമാണ്. അതിനകത്ത് ഒത്തിരി സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ കീ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ് ഒന്ന്, നമുക്ക് സോഷ്യലൈസേഷൻ കുറവായിരിക്കും, ഐ കോണ്ടാക്റ്റ് കുറവായിരിക്കും, അതായത് മറ്റാളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, പിന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി, പിന്നെ ചില കുട്ടികളിൽ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബിഹേവിയർ, അല്ലെങ്കിൽ സ്റ്റിമ്മിങ് എന്ന് പറയും, അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ചേഷ്ടകൾ കാണിക്കുക, അത് ചില കുട്ടികളിലുണ്ട്. പിന്നെ ചില കുട്ടികളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെർബൽ ഓട്ടിസം, അവർക്ക് തീരെ സംസാരം തീരെ കാണത്തില്ല, അവർ പോയിൻ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ചില കുട്ടികളിൽ എങ്ങനെ വെച്ചാൽ ഒരു 3 വയസ്സ് 3.5 വയസ്സ് വരെ സംസാരം ഉണ്ടാവും, അത് താഴോട്ട് പോകും അവരുടെ സംസാരം, അതായത് ഡിറ്റോറിയേഷൻ ഓഫ് സ്പീച്ച് എന്ന് പറയും. അപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് അവരുടെ മെയിൻ പ്രോബ്ലം. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവരൊരു ചിലപ്പോൾ അവരുടെ സ്വപ്ന ലോകത്തായിരിക്കും, അവരൊരു വേറൊരു വേൾഡിലായിരിക്കും. അപ്പോൾ അതാണ് ഓട്ടിസത്തിൻ്റെ ഒരു അവസ്ഥ. ഇതിനെ ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് നമുക്ക് ഒരു കുട്ടീനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതാണൊരു പല സിംറ്റംസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ ഹൈ ഫങ്ഷൻ ഓട്ടിസം ഉണ്ട്, അതായത് അവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, അവർക്ക് വെച്ചാൽ എഴുതവും വായിക്കൊന്നും വേണ്ട, പക്ഷേ അവർക്ക് സ്റ്റോറി ടൈപ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലായി, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായി. അങ്ങനത്തെ ഒരു പല ടൈപ്പ് ഓഫ് ആളുകൾ അതിനകത്ത്. ഇപ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയാണോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു എപ്പിലെപ്സി റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ എപ്പിലെപ്സി ഉള്ള ഒരാളാണെങ്കിൽ ആ ആളുടെ ബ്രെയിനിൽ MRI എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ബ്രെയിനിൽ കാണാൻ പറ്റും. ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു MRI എടുത്ത് നോക്കിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റുകൾ നടത്തി കണ്ടുപിടിക്കാവുന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടോ നമ്മുടെ ശരീരത്തിൽ? ഓട്ടിസം നമുക്ക് ആക്ച്വലി കുട്ടി ഉണ്ടാകുന്ന സമയത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്കൊരു MRI കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഫങ്ഷണൽ MRIയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ട്, പക്ഷെ നമുക്കൊരു MRIയിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഓട്ടിസത്തിൽ ചില കുട്ടികൾക്ക് സീഷർ ഡിസീസ്, നിങ്ങൾ പറഞ്ഞ പോലെ എപ്പിലെപ്സി ഉള്ള കുട്ടികളുണ്ട്, പിന്നെ ബുദ്ധിപരമായിട്ട് പ്രോബ്ലം ഉള്ള കുട്ടികളുണ്ട് ഓട്ടിസത്തിൽ. അതായത് സിവിയർ ആയിട്ടുള്ള കുട്ടികൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്, അവർക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ട്. അതേസമയം ചില കുട്ടികൾക്ക് എപ്പിലെപ്സി വരുന്ന കുട്ടികളും ഉണ്ട് ഓട്ടിസത്തിൽ. ഇത് നമുക്കൊരു ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അതേപോലെ ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളുകളും ഇല്ലേ? ഞാനൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുമായിരുന്നു, ഗുഡ് ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട്. ഈസ് ആൻ ഓട്ടിസ്റ്റിക് ഡോക്ടർ. അയാളൊരു സർജനാണ്. അവൻ വളരെ മനോഹരമായിട്ട് സർജറി ചെയ്യുന്നു. അതെന്തോ റിയൽ സ്റ്റോറി എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അത് ഭയങ്കര ഒരു ഗംഭീര ഒരു സീരീസാണ്, നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള ആളുകളും ഉണ്ട്. അല്ല, ഹൈ ഫംഗ്ഷൻ ഒത്തിരി പേരുണ്ട്, ഹൈ ഫംഗ്ഷൻ ആയിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. അതായത് അതാണ് നമ്മൾ പറഞ്ഞത്, ഇവരുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ. അപ്പോൾ കഴിവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നല്ല മിടുക്കന്മാരായിട്ട് വരും. നല്ല പാട്ട് പാടുന്നവരുണ്ട്, കലാകാരന്മാർ. അതെ. അപ്പം നമ്മളിപ്പം ഒരു സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ 35 കുട്ടികളുണ്ടെങ്കിലും 35 കുട്ടികളും ഒരേ സിലബസാണ് പഠിക്കുന്നത്. അപ്പം അതിൽ വ്യത്യസ്തമായ ആൾക്കാരുണ്ടാവും. അപ്പം ഒരേ സാധനം ഒരേ സിലബസ് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. അവർ പെർസീവ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ നമ്മൾ ആദ്യം കാണും, നമുക്ക് മൾട്ടിപ്പിൾ സെൻസസ് നമുക്കുണ്ട്, അറിയാലോ. അപ്പോൾ നമുക്ക് വിഷൻ ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, ടച്ച് ഉണ്ട്, സ്മെല്ലുണ്ട്, ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സെൻസസ് നമുക്കുണ്ട്. ഈ സെൻസസിനെ എല്ലാം നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ AC-യുടെ ചെറിയ സൗണ്ട് വരുന്നുണ്ട്, ഈ ലൈറ്റ് ഉണ്ട്, ഇതൊന്നും നമ്മുടെ കോൺവെർസേഷനെ ബാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെ. അപ്പോൾ ഇതെല്ലാം ഫിൽട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. അതെ. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കും, പക്ഷെ നമ്മൾ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ടാവും, നമ്മൾ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കുകയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന്. അപ്പോഴും നമ്മുടെ കാൽ ആക്സിലേറ്ററിൽ ഉണ്ടാവും, നമ്മൾ കൈ ഗിയർ മാറുന്നുണ്ടാവും, ക്ലച്ച് ഔട്ടുന്നുണ്ടാവും, ബ്രേക്ക് പിടിക്കുന്നുണ്ടാവും, എതിരെ വരുന്ന വണ്ടി നോക്കുന്നുണ്ടാവും. അതാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഇത് ഒന്നും പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഇവർക്ക് ഫങ്ഷൻ ആയിട്ട് വന്നു വരില്ല അല്ലേ? ഇവരുടെ വയറിങ് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് ഒരു ന്യൂറോ ഡൈവേർജൻ്റ് ആണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമുക്കൊരു ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയും. അതായത് ന്യൂറോ ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനും അവരുടെ ബ്രെയിനിലും തമ്മിൽ വ്യത്യാസം, കുറച്ച് വയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും. സിമ്പിളായിട്ട് ചോദിച്ചാലേ ഇതൊരു ഹാർഡ്വെയർ പ്രോബ്ലം അല്ല, സോഫ്റ്റ്വെയർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പറ്റുമോ? യെസ്, അതുപോലെ തന്നെയാണ്. അങ്ങനെയാണ്, ഇതൊരു സോഫ്റ്റ്വെയർ പ്രോബ്ലം. അതെ, ബ്രെയിനിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പ്രോബ്ലമാണ്. ഓക്കെ. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വയറിങ്, ബ്രെയിനിന് ന്യൂറോണൽ പ്ലാസ്റ്റിറ്റി ഉണ്ട്. നമുക്ക് ബ്രെയിൻ ന്യൂറോണൽ പ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് പോലെ മോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രെയിൻ ചെറുപ്പത്തിലെ. ഓക്കെ. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ ബ്രെയിനിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. മനസ്സിലായി. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വയസ്സിനകം നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് ഒരു 1.5 വയസ്സ് 2 വയസ്സിനകം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും.